നമസ്കാരം. ഫണ്ട് 360 പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഇക്വിറ്റി വാല്യുവേഷന്റെ 6ാമത്തെ എപ്പിസോഡാണ് പറയാൻ പോകുന്നത്. അപ്പൊ ഇതിന്റെ അകത്ത് കുറെ പേർക്കൊക്കെ പരിചിതമായിട്ടുള്ള ഒരു ഫിനാൻഷ്യൽ റേഷ്യോ ആണ്, അതായത് ബുക്ക് വാല്യൂ പെർ ഷെയർ. നമ്മുടെ വാല്യുവേഷൻ മോഡലിംഗിൽ വളരെ പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു റേഷ്യോ കൂടിയാണിത്. അപ്പോൾ ഇന്നത്തെ കോണ്ടന്റ് എന്ന് പറഞ്ഞാൽ എന്താണ് ബുക്ക് വാല്യൂ പെർ ഷെയർ എന്ന് പറയുന്നത്, ബുക്ക് വാല്യൂ എന്ന് പറയുന്നത് എന്താണ്, അതേപോലെ തന്നെ ഈ ബുക്ക് വാല്യൂ പെർ ഷെയർ ഏതെല്ലാം തരത്തിലുള്ള സ്റ്റോക്കുകളെ നമുക്ക് ഈ ബുക്ക് വാല്യൂ വെച്ചിട്ട് നമുക്ക് തിരഞ്ഞെടുക്കാൻ കഴിയും, സ്ക്രീൻ ഷീറ്റ് ഒക്കെ എടുക്കാൻ കഴിയും. കൂടാതെ ബുക്ക് വാല്യൂ വളരെ നല്ലതായിട്ട് തോന്നിയാൽ പോലും ഏതൊക്കെ തരത്തിലുള്ള കെണികളാണ്, അതായത് അക്കൗണ്ടിങ് ഫ്രോഡ്സ് ഒക്കെയാണ് ഇതിൻ്റെ അകത്ത് മറിഞ്ഞിരിക്കുന്നത്, ഇവയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോയുടെ പ്രധാന പ്രതിപാദന വിഷയം. ഏതൊക്കെ തരത്തിലുള്ള സെക്ടേഴ്സിനാണ് ഇത് കാര്യമായിട്ട് നമുക്ക് ഉപയോഗപ്പെടുക എന്ന് പറയുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം. ഞാൻ കുറെ പേര് പറയുന്നത് കേട്ടിട്ടുണ്ട്, സ്ക്രീനർ സോഫ്റ്റ്വെയർ എടുത്തിട്ട് ഞാൻ ബുക്ക് വാല്യൂ ഗ്രേറ്റർ ദാൻ കറണ്ട് മാർക്കറ്റ് പ്രൈസ് എന്ന് പറഞ്ഞിട്ട് ഫിൽട്ടർ ചെയ്തിട്ട് കുറെ ഷെയറുകൾ എടുക്കുന്നു. ആ ഷെയർ എന്നിട്ട് ഞാൻ വാങ്ങിക്കുന്നു. താരതമ്യേന വളരെ സേഫ് ആയിട്ടുള്ളതാണ്. കൂടാതെ ചില ഷെയർസ് ഒക്കെ ആണെങ്കിൽ ബുക്ക് വാല്യൂ ഒരു 10 ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു കാലത്ത് വലിയൊരു സർജ് ഈ ഒരു ഷെയർ പ്രൈസിൽ നടക്കും. അതേപോലെ തന്നെ താരതമ്യേന വളരെ സുരക്ഷിതമാണ് എന്നൊക്കെ പറയുന്നതൊക്കെ കേട്ടിട്ടുണ്ടാവും. അപ്പൊ അതുകൊണ്ടാണ് ഈ പറഞ്ഞ പോലെ ഏതൊക്കെ തരത്തിലുള്ള സെക്ടേഴ്സിലുള്ള സ്റ്റോക്കുകളെയാണ് നമ്മൾ ബുക്ക് വാല്യൂ പെർ ഷെയർ അത് അടിസ്ഥാനപ്പെടുത്തിയിട്ട് നമുക്ക് തിരഞ്ഞെടുക്കുക, അല്ലെങ്കിൽ അതിൽ നിന്ന് ലഭിക്കുന്ന ഇൻപുട്സ് വളരെ നല്ലതായിട്ട് ആ ഒരു സെക്ടറിന് തോന്നുക എന്നുള്ളതും. അതേപോലെ തന്നെ ചിലതിൻ്റെയൊക്കെ ബുക്ക് വാല്യൂ നമ്മൾ അറിഞ്ഞിട്ടും കേട്ടിട്ടും ഇല്ലാത്ത പല സ്റ്റോക്കുകളുടെയും ബുക്ക് വാല്യൂ നോക്കിക്കഴിയുമ്പോൾ കറണ്ട് മാർക്കറ്റ് പ്രൈസിനേക്കാളും ഒക്കെ വളരെ കൂടിയിട്ടിരിക്കും. പക്ഷെ എങ്കിൽ പോലും നമ്മൾ വളരെ ക്രിട്ടിക്കലായിട്ട് ഒരു അനാലിസിസ് നടത്തിയാൽ നമുക്ക് കാണാൻ കഴിയും 2-3 വർഷങ്ങളായിട്ട് ബുക്ക് വാല്യൂ ചെറുതായിട്ടൊക്കെ മാനിപ്പുലേറ്റ് ചെയ്തതായിരിക്കാം. അപ്പൊ അതുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങൾ കൂടി ഈ ഒരു എപ്പിസോഡിന്റെ അകത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പൊ ആദ്യമായിട്ട് നമുക്ക് ബുക്ക് വാല്യൂ പെർ ഷെയർ എന്താണെന്ന് നമുക്ക് നോക്കാം. ബുക്ക് വാല്യൂ പെർ ഷെയർ നമ്മൾ മാത്തമാറ്റിക്കലി പറയുകയാണെങ്കിൽ ഷെയർ ഹോൾഡേഴ്സ് ഇക്വിറ്റി, അതിൻ്റെ അകത്ത് നിന്ന് പ്രിഫേർഡ് ഇക്വിറ്റി കുറച്ച് കഴിഞ്ഞ് കിട്ടുന്നതിനെ നമുക്ക് എത്ര ഷെയർസ് ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ടുണ്ടെന്നുള്ളത് വെയ്റ്റഡ് ആവറേജ് ഓഫ് കോമൺ ഷെയർസ് ഔട്ട്സ്റ്റാൻഡിംഗ് അതിനുകൊണ്ട് അങ്ങോട്ട് നമ്മൾ ഹരിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന സാധനമാണ് ബുക്ക് വാല്യൂ പെർ ഷെയർ എന്ന് പറയുന്നത്. അപ്പോൾ വളരെ ലളിതമായിട്ട് നമ്മൾ ബുക്ക് വാല്യൂ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ ബുക്ക് വാല്യൂ നമുക്ക് ഫിസിക്കലായിട്ട് തരുന്ന ഒരു ഇൻഫറൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പ്രത്യേക കമ്പനിയിൽ നമ്മൾ നിക്ഷേപം നടത്തിയെന്നിരിക്കട്ടെ, ഈ കമ്പനി ഒരു ദിവസം ഒന്ന് പൊളിഞ്ഞു പോയി ലിക്വിഡൈസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് പൈസ തിരിച്ചു കിട്ടും ഓരോരുത്തർക്കും എന്നുള്ളതാണ് ബുക്ക് വാല്യൂ പെർ ഷെയർ. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ 10 പേര് കൂടിയിട്ട് ഒരു കമ്പനി തുടങ്ങി, 10 പേർക്ക് കൂടിയിട്ട് 10 ഷെയറാണ് ഇരിക്കുന്നത് ഇരിക്കട്ടെ. അപ്പോൾ ഈ കമ്പനി ഒരു ദിവസം എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് ഓപ്പറേഷൻസ് ഒക്കെ നിർത്തിയെന്ന് ഇരിക്കുക. അപ്പോൾ മിച്ചമുള്ള ആസ്തി, അവയിൽ നിന്നും ബാധ്യതകൾ തട്ടിക്കഴിച്ച് കിട്ടുന്നതാണ് നമുക്ക് മിച്ചമുള്ള ആസ്തിയായിട്ട് കണക്ക് കൂട്ടാൻ പറ്റുന്നത്. അപ്പൊ അതെന്ത് ചെയ്യും, നമ്മൾ 10 ഡിവൈഡ് ചെയ്യും. അത്രേ സത്യത്തിൽ പറഞ്ഞാൽ ബുക്ക് വാല്യൂ തരുന്ന ഒരു ഫിസിക്കലായിട്ട് പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു ഇൻഫറൻസ് ഉള്ളൂ. ഒരു കാര്യം മനസ്സിൽ വെക്കുക, ഇൻട്രിൻസിക് വാല്യൂയും ബുക്ക് വാല്യൂയും രണ്ടും രണ്ടാണ്. ഇൻട്രിൻസിക് വാല്യൂയെ കുറിച്ച് നമുക്ക് മറ്റൊരു എപ്പിസോഡിൽ പറയാം, ഇല്ലെങ്കിൽ ഇത് നീണ്ടുപോകും. DCFനെ കുറിച്ചൊക്കെ നമ്മൾ വേറെ പറയുന്നുണ്ട്, മോഡലിംഗ് ഒക്കെ. അപ്പൊ ആ ഒരു കാലഘട്ടത്തിൽ നമുക്ക് പറയാം. എന്തുകൊണ്ടാണ് നമ്മൾ ഷെയർ ഹോൾഡേഴ്സ് ഇക്വിറ്റിക്കകത്തുനിന്നും പ്രിഫേർഡ് ഇക്വിറ്റി നമ്മൾ കുറച്ചിട്ട് ബുക്ക് വാല്യൂ കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, സാധാരണ ഇതിൽ പ്രിഫേർഡ് ഇക്വിറ്റി പേര് പറയുന്ന പോലെ തന്നെ ഈ പ്രിഫേർഡ് ഇക്വിറ്റിക്ക് കുറച്ച് ഷെയർ ഹോൾഡേഴ്സ് സാധാരണ ഷെയർ ഹോൾഡേഴ്സ് ഇക്വിറ്റിയെക്കാളും കുറച്ചും കൂടി പ്രിവിലേജസ് ഒക്കെ ഉണ്ട്, കുറച്ചും കൂടി അധികാരമൊക്കെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ വെട്ടി കുറച്ച് കിട്ടുന്നതിന്റെ അകത്ത് ആദ്യത്തെ പങ്ക് ആദ്യം പ്രിഫേർഡ് ഇക്വിറ്റി ഹോൾഡ് ചെയ്യുന്നവർക്കാണ് പോകുക. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ സാധാരണ രീതിയിൽ ബുക്ക് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഷെയർ ഹോൾഡേഴ്സ് ഇക്വിറ്റിക്കകത്ത് നിന്ന് പ്രിഫേർഡ് ഇക്വിറ്റിയും കൂടി കുറച്ചിട്ടുള്ളതാണ് സാധാരണ ഷെയർ ഹോൾഡേഴ്സിന് എന്ത് ലഭിക്കും എന്നുള്ളതിനെ കുറിച്ച് ഒരു അവബോധം നൽകുന്നത്. അപ്പോൾ ബുക്ക് വാല്യൂ പെർ ഷെയർ വളരെ ലളിതമായിട്ടുള്ളതാണ്, മനസ്സിലാക്കാൻ വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഉള്ള ഒരു കോൺസെപ്റ്റ് അല്ല. ആസ്തികളിൽ നിന്നും ബാധ്യതകൾ കുറച്ച് കിട്ടിയതിനെ ടോട്ടൽ നമ്പർ ഓഫ് ഷെയർസ് കൊണ്ട് അങ്ങോട്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബുക്ക് വാല്യൂ പെർ ഷെയർ കിട്ടും, ഒരു ഷെയറിന്റെ ബുക്ക് വാല്യൂ. അടുത്തായിട്ട് നമുക്ക് ഏതൊക്കെ സെക്ടറാണ് പ്രധാനമായിട്ടും ഈ ബുക്ക് വാല്യൂ വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ ഒന്ന് ഫിൽട്ടർ ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ നല്ല കമ്പനിയാണ് ചീത്ത കമ്പനിയാണെന്നൊക്കെ അറിയുന്നത് നോക്കാം. ചില സെക്ടറുകളെ സംബന്ധിച്ച് ഈ ബുക്ക് വാല്യൂ പെർ ഷെയർ എന്ന് പറയുന്നത് കാര്യമായിട്ട് ഉള്ള ഒരു വിവരവും ഒരു ഡേറ്റയും ഒരു ഇൻഫർമേഷനും നമുക്ക് നൽകില്ല. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ഒരു റിസർച്ച് കമ്പനി ചിലപ്പോൾ വർക്ക് ചെയ്യുന്നത് ചിലപ്പോൾ വാടകയ്ക്കെടുത്ത് ഒരു 50,000 സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു ബിൽഡിങ്ങിലാകാം. അവർ ജനറേറ്റ് ചെയ്യുന്ന റവന്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ മാനുഫാക്ചറിങ് കമ്പനികളെക്കാളും വളരെ വലുതാകാം. പക്ഷേ നമ്മൾ അസറ്റ് എടുത്ത് നോക്കി കഴിയുമ്പോൾ ഈ കമ്പനിക്ക് ഒരു ബിൽഡിംഗ് പോലും ഇല്ല. അതിന്റെ അർത്ഥം ഈ കമ്പനി മോശമാണെന്നാണോ? അല്ല. അതേപോലെ തന്നെ സോഫ്റ്റ്വെയർ കമ്പനികൾ, ഇങ്ങനെയുള്ള കമ്പനികൾക്കൊക്കെ സംബന്ധിച്ചൊക്കെയാണെങ്കിൽ ചിലപ്പോൾ ഏതെങ്കിലും കുറച്ച് ലൈസൻസുകൾ ഉണ്ടാകാം. എബ്രോഡുള്ള കുറച്ച് കമ്പനികളുടെ മാനുഫാക്ചറിങ് ലൈസൻസുകൾ ഇവിടെ നമുക്ക് ലഭിച്ചിട്ടുണ്ടാകാം. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ വരുൺ ബീവറേജ് വെറും ഒരു മാനുഫാക്ചറിങ് കമ്പനിയായിട്ട് നമുക്ക് നോക്കിയാൽ പോരാ. പെപ്സിക്കോയുടെ ഒരുമാതിരിപ്പെട്ട എല്ലാ ബീവറേജസും അതിവിടെ മാനുഫാക്ചർ ചെയ്യുന്നത് വരുൺ ബീവറേജ് ആണ്. അതേപോലെ തന്നെ സോഫ്റ്റ്വെയർ കമ്പനികൾക്ക് സംബന്ധിച്ചൊക്കെ ആണെങ്കിൽ ആയിരക്കണക്കിന് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്, അതായത് പേറ്റന്റ്സ് ഉണ്ടാകും. പേജ് ഇൻഡസ്ട്രീസ് പോലെ ജോക്കി പോലത്തെ ഒരു ബ്രാൻഡ് ഉണ്ടാവും. അപ്പൊ ഇതേപോലെ നമുക്ക് ഫിസിക്കലായിട്ട് നമുക്ക് കണക്ക് കൂട്ടാൻ പറ്റാത്ത ആസ്തികൾ,
അവയ്ക്ക് സത്യത്തിൽ നമ്മൾ ബുക്ക് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അതിന് 0 വാല്യൂ ആണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഇത്തരത്തിൽ കാര്യമായിട്ട് ഒരു ക്യാപിറ്റൽ ഇന്റൻസീവ് അല്ലാത്ത, ആസ്തികൾ ഉള്ള ഒരു ബിസിനസ് അല്ലാത്ത കമ്പനികളെ സംബന്ധിച്ച് നമ്മൾ ബുക്ക് വാല്യൂ വെച്ചിട്ട് അവയെ സ്ക്രീൻ ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ എപ്പോഴും അത്തരം കമ്പനികൾ മോശമായിട്ടേ കാണും. കാരണം ബുക്ക് വാല്യൂ വളരെ കുറഞ്ഞിരിക്കും കറണ്ട് മാർക്കറ്റ് പ്രൈസിനേക്കാൾ. അതുകൊണ്ട് ബുക്ക് വാല്യൂ വെച്ചിട്ട് നമുക്ക് തിരഞ്ഞെടുക്കാൻ പറ്റുന്ന സെക്ടറുകൾ ഒന്ന് ബാങ്കുകളാണ്. കാരണം ബാങ്കുകളെ സംബന്ധിച്ച് ഡിപ്രിഷിയേറ്റ് ചെയ്യാൻ പറ്റുന്ന അസറ്റുകളോ ഒന്നുമില്ല. ഒന്നുകിൽ ക്യാഷ് ആയിരിക്കും, അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ പ്ലഡ്ജ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും മെറ്റീരിയൽ ആയിരിക്കും, ഇപ്പോൾ ഗോൾഡോ അങ്ങനെയൊക്കെ ഉള്ളതായിരിക്കാം, അല്ലെങ്കിൽ ലാൻഡ് ആകാം. പ്രധാനമായും ഈ അസറ്റുകളൊക്കെയാണുള്ളത്. അപ്പം ഇതെല്ലാം ഫിസിക്കൽ അസറ്റ്സ് എന്ന് പറയുന്നത് നമുക്ക് രീതിയിൽ വേണമെങ്കിൽ കണക്കൂട്ടാവുന്നതാണ്. മറ്റൊരു മേഖല എന്ന് പറഞ്ഞാൽ റിയൽ എസ്റ്റേറ്റ് ആണ്. വളരെ എളുപ്പത്തിൽ റിയൽ എസ്റ്റേറ്റ് സെക്ടർ നമുക്ക് ബുക്ക് വാല്യൂ വെച്ചിട്ട് നല്ലതാണോ ചീത്തയാണോ എന്ന് പറയാൻ കഴിയും. അതേപോലെ മറ്റൊരു സെക്ടറാണ് ഫിനാൻസ് കമ്പനീസ്. വളരെ എളുപ്പത്തിൽ ആസ്തികളും ബാധ്യതകളും തട്ടിക്കുവച്ചിട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അതേസമയം IT കമ്പനികളോ വളരെ റിസർച്ച് ഓറിയന്റഡ് ആയിട്ടുള്ള കമ്പനികളോ ഇങ്ങനെ നടക്കില്ല. അതേസമയം തന്നെ ഇതിനൊരു മറുപുറമുണ്ട്. അതായത് വളരെയധികം ക്യാപിറ്റൽ ഇന്റൻസീവ് ആയിട്ടുള്ള കമ്പനികൾ ആയിട്ടുള്ള ഈ മെഷീനറി ഒക്കെ കണ്ടമാനം ഹോൾഡ് ചെയ്യുന്ന കമ്പനികളെ സംബന്ധിച്ച് ചില അക്കൗണ്ടിങ് പ്രാക്ടീസസ് അനുസരിച്ച് ഉള്ള ബാലൻസ് ഷീറ്റുകളൊക്കെ എടുത്തു നോക്കി കഴിയുമ്പോൾ മെഷീനറിക്ക് ഒരു സ്റ്റാൻഡേർഡ് ഡിപ്രിസിയേഷൻ മാത്രമേ ചിലപ്പോൾ അതിൻ്റെ അകത്ത് കാണിച്ചിട്ടുണ്ടാവുള്ളൂ. അതേസമയം ചില ഹയർ എൻഡ് മെഷീനറി ഒക്കെ സംബന്ധിച്ചൊക്കെ ആണെങ്കിൽ അതിന്റെ ഡിപ്രിസിയേഷൻ എന്ന് പറയുന്നത് ഈ സ്റ്റാൻഡേർഡ് ആയിട്ട് നമ്മൾ ഓരോ വർഷവും കണക്ക് കൂട്ടുന്ന ഒരു 10 to 20% ഡിപ്രിസിയേഷനൊന്നും നിൽക്കില്ല. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ഒരു ഹോസ്പിറ്റലിന്റെ അല്ലെങ്കിൽ ഇമേജിംഗ് സർവീസ് നടത്തുന്ന കമ്പനികളുടെ ഒക്കെ സ്കാനർ മെഷീൻസ്, MRI സ്കാനിങ് മെഷീൻ, ഇങ്ങനെയൊക്കെ ഉള്ളത് ഇമേജിംഗ് ടെക്നോളജി വളരെ പെട്ടെന്ന് മാറുന്നതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവയുടെ ഡിപ്രിസിയേഷൻ നമ്മൾ സാധാരണ രീതിയിലുള്ള കാൽക്കുലേഷൻ കൊണ്ട് ഈ മെഷീനറി ഡിപ്രിസിയേഷൻ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ കഴിയില്ല. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ഒരു 5 കോടി രൂപ മുതൽ മുടക്കിയിട്ട് ഒരു മെഷീനറി നമ്മൾ ഇമേജിംഗ് സർവീസ് മെഷീനറി ഒരു ഹോസ്പിറ്റലിൽ ഇൻവെസ്റ്റ് ചെയ്തു. 10% മാത്രമേ ഡിപ്രിസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്തിട്ടുള്ളൂ എങ്കിൽ 50 ലക്ഷം രൂപയുടെ കുറവ് വരികയുള്ളൂ. അതേസമയം ചിലപ്പോൾ ടെക്നോളജി തന്നെ ഒബ്സൊല്യൂട്ട് ആയി പോകുന്ന ഒരു കാലഘട്ടം ഉണ്ടായേക്കാം. ചിലപ്പോൾ 3-4 കൊല്ലം മാത്രമായിരിക്കാം ചിലപ്പോൾ ആയുസ്. ഇങ്ങനെയൊക്കെ ഉള്ളതിൻ്റെയൊക്കെ ഒരു സ്റ്റാൻഡേർഡ് ആയിട്ട് മാത്രം ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റ് ഇരുന്നിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പലപ്പോഴും ഇത് ബുക്ക് വാല്യൂമായിട്ട് കാര്യമായിട്ട് ബന്ധമില്ലാത്ത രീതിയിലേക്കൊക്കെ എത്തിപ്പോകും. പ്രത്യേകിച്ച് ഈ മെഡിക്കൽ ലാബുകൾ, ഇമേജിംഗ് സർവീസ്, അവയൊക്കെയാണ് ഇത് കാര്യമായിട്ട് ബാധിക്കുക. കാരണം ഹോസ്പിറ്റൽസിനെ കാര്യമായിട്ട് ബാധിക്കാത്തതിന്റെ ഒരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് കാണുന്ന മിക്ക ഹോസ്പിറ്റലുകളും അവരുടെ ഡയഗ്നോസിസ് സർവീസ് സെപ്പറേറ്റ് ആയിട്ട് സ്പൺ ഓഫ് ചെയ്തിട്ട് ഒരു സബ്സിഡിയറി ആയിട്ടോ വേറൊരു കമ്പനിയായിട്ടോ മാറ്റപ്പെട്ടിരിക്കുന്നു. പ്രത്യേകിച്ച് ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് മറ്റ് അസറ്റുകളെ വെച്ച് നോക്കുമ്പോൾ, റിയൽ എസ്റ്റേറ്റും ഒക്കെ ആയിട്ട് നമ്മൾ താരതമ്യം ചെയ്ത് നോക്കുമ്പോൾ ഈ ഇമേജിംഗ് മെഷീനറീസ് ഒക്കെ വളരെ കുറവായിട്ട് മാത്രമേ വരുള്ളൂ. അപ്പൊ അതുകൊണ്ട് ബുക്ക് വാല്യൂവിന് കാര്യമായിട്ട് വലിയ മാറ്റങ്ങൾ വരാറില്ല.